എൻ്റെ കൊറോണ കാല ചിന്തകൾ. ഞാനൊരു നുണയനാണോ? വക്കീലാവുകയെന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ മനസ്സിൽ കൊണ്ടു നടന്ന ഒരാഗ്രഹമായിരുന്നു. എന്നാൽ വക്കീലായി പ്രാക്ടീസ് ആരംഭിച്ച നാൾ മുതൽ ഞാൻ കേൾക്കുന്ന ഒരു ചോദ്യമാണ്, വക്കീലന്മാർ നുണയന്മാരല്ലേ എന്ന്. ഈ ചോദ്യത്തിനർത്ഥം എനിക്ക് വളരെ വ്യക്തമാണ്. ഞാനും ഒരു നുണയൻ തന്നെയെന്ന്. ഈ ഒരു സംശയം ഉന്നയിച്ചവരിൽ പുരോഹിതന്മാർ, സ്നേഹിതന്മാർ, ബന്ധുക്കൾ എന്നു വേണ്ട, വക്കീലന്മാരല്ലാത്ത ഈ സമൂഹത്തിലെ എല്ലാവരും തന്നെ ഉണ്ടെന്നതാണ് പരമാർത്ഥം. ഈ കൊറോണ കാലത്ത് വീട്ടിലിരിക്കേണ്ടി വന്നപ്പോൾ ഈ വിഷയത്തെപ്പറ്റി ഞാൻ കൂടുതൽ ചിന്തിക്കാൻ ഇടയായി. യഥാർത്ഥത്തിൽ അഭിഭാഷകർ എല്ലാം നുണയന്മാരും കള്ളം മാത്രം പറയുന്നവരുമാണ്. സമൂഹം ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നതിൽ വല്ല സത്യവും ഉണ്ടോ? പിന്നെന്തുകൊണ്ടാണ് ഈ കള്ളം പറയുന്നവർക്ക് വലിയ ഫീസ് നൽകി സമൂഹം കേസുകൾ ഏൽപ്പിക്കുന്നത്? സമൂഹത്തിലെ കള്ളന്മാരായ ആളുകൾക്ക് മാത്രമേ വക്കീലിൻ്റെ ആവശ്യമുള്ളൂ? വലിയ കള്ളങ്ങൾ നേരാക്കുന്നതിന് വേണ്ടിയാണോ സർക്കാരും സമൂഹത്തിലെ വലിയ ധനാഢ്യന്മാരും സുപ്രീം കോടതിയിൽ നിന്നും മറ്റും കനത്ത ഫീസ് നൽകി പ്രശസ്തരായ വക്കീലന്മാരെ കൊണ്ടുവരുന്നത്? ഇങ്ങനെ വലിയ ഫീസ് വാങ്ങി ഡൽഹിയിൽ നിന്നും മറ്റും വരുന്നവർ വലിയ കളവ് പറയുന്നവരാണ്. ഇങ്ങനെ ഏറ്റവും നന്നായി കളവ് പറഞ്ഞ് പ്രശസ്തരാകുന്നവരെയാണോ ജഡ്ജിമാരാക്കുന്നത്? അപ്പോൾ നീതിന്യായ വ്യവസ്ഥ ഒന്നാകെ കളവ് പറയുന്നവരുടെ ഒരു കൂട്ടമാണോ? ഇങ്ങനെ 1000 ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകാൻ തുടങ്ങിയിട്ട് കാലം ഒരുപാടായി. സത്യത്തിൽ ഒരു വക്കീലിൻ്റെ പണി എന്താണ്? പോലീസ് ഒരു അന്തിമ റിപ്പോർട്ട് ഒരു വ്യക്തിക്കെതിരെ കോടതിയിൽ സമർപ്പിക്കുന്നു. കുറ്റാരോപിതനായ വ്യക്തി താൻ തന്നെ കേസ് വാദിച്ചാൽ മതിയാവില്ലെന്ന് തോന്നിയാൽ ഒരു വക്കീലിനെ സമീപിക്കുന്നു. കേസിലെ ശിക്ഷയുടെ വലിപ്പ ചെറുപ്പമനുസരിച്ച് വക്കീൽ ഫീസ് പറയുന്നു. ഈ ഫീസ് ന്യായമെന്ന് തോന്നിയാൽ കുറ്റാരോപിതനായ വ്യക്തി കേസ് ഏൽപ്പിക്കുന്നു. വക്കീൽ കേസ് പഠിക്കുന്നു. പോലീസ് എഴുതിയുണ്ടാക്കിയ റിപ്പോർട്ടിലെ പാളിച്ചകളും പഴുതുകളും കണ്ടുപിടിക്കുന്നു. ഈ പഴുതുകൾ മനസ്സിൽ വെച്ച് പ്രോസിക്യൂഷൻ സാക്ഷികളെ ക്രോസ് വിസ്താരം നടത്തുന്നു. പ്രതിക്ക് അനുകൂലമായ നിയമവശം കോടതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. ലഭ്യമായ തെളിവ് വെച്ച് തൻ്റെ കക്ഷി നിരപരാധിയാണെന്ന് കോടതി മുമ്പാകെ ബോധിപ്പിക്കുന്നു. പോലീസ് വിട്ടുപോയ പഴുതുകൾ കണ്ടുപിടിക്കുന്നിടത്താണ് വക്കീലിൻ്റെ മികവ്. തൻ്റെ കക്ഷി നിയമത്തിൻ്റെ മുമ്പിൽ നിരപരാധിയാണെന്ന് പറയുന്നു. കോടതി പ്രോസിക്യൂഷൻ്റെയും പ്രതിഭാഗത്തിൻ്റെയും തെളിവുകളും സാക്ഷിമൊഴികളും പരിശോധിച്ച് പ്രതിയെ ശിക്ഷിക്കുകയോ വെറുതെ വിടുകയോ ചെയ്യുന്നു. ഒരു പക്ഷേ പ്രതി കുറ്റം ചെയ്തതായിരിക്കും. ആ വിവരം നേരെ കോടതിയിൽ പറഞ്ഞ് ശിക്ഷ വാങ്ങിക്കൊടുക്കുക വക്കീലിൻ്റെ ജോലിയല്ല. ഇങ്ങനെ പറയുന്നതിന് വേണ്ടി കനത്ത ഫീസ് കൊടുത്ത് വക്കീലിനെ വയ്ക്കേണ്ട കാര്യവുമില്ല. പ്രതിക്ക് താൻ കുറ്റക്കാരനാണെന്ന് കോടതിയിൽ നേരിട്ട് ബോധിപ്പിച്ചാൽ മതിയാവും. ചില സാക്ഷികളുടെ മേൽ പ്രതിക്കെതിരെന്ന് കണ്ടാൽ ആ സാക്ഷി മൊഴി മാറ്റി പറഞ്ഞില്ലെങ്കിൽ കേസിൽ ശിക്ഷ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് വക്കീൽ പ്രതിയോട് പറയും. സാക്ഷി മൊഴി മാറ്റിയാൽ കേസ് ജയിക്കുമെന്ന് മനസ്സിലാക്കുന്ന പ്രതി സാക്ഷികളെ സ്വാധീനിക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള ചില നിർദ്ദേശങ്ങൾ വയ്ക്കുന്നതൊഴിച്ചാൽ വക്കീൽ ഒരു നുണയും കോടതിയിൽ പറയുന്നതായി എനിക്ക് തോന്നിയിട്ടില്ല. കള്ളത്തെളിവുകൾ ഉണ്ടാക്കലും കള്ളസത്യവാങ്മൂലം കൊടുക്കലുമൊക്കെ ആര് ചെയ്താലും കുറ്റകരവും ശിക്ഷാർഹവുമാണ്. നല്ലൊരു സമൂഹ സൃഷ്ടിക്കു വേണ്ടി പ്രയത്നിക്കുന്ന അഭിഭാഷകരുടെ പ്രവൃത്തി ഒരു പുരോഹിതൻ്റെ പ്രവൃത്തിക്ക് തുല്യമാണ്. കുറ്റാരോപിതനായ വ്യക്തി വക്കീലിനെ സമീപിക്കുമ്പോൾ എങ്ങനെയും വെറുതെ വിടുവിക്കുന്നതിനു വേണ്ടി കോടതിക്ക് മുമ്പിൽ വാദിക്കുന്നത് പോലെ പുരോഹിതനും തൻ്റെ പ്രാർത്ഥനാ സഹായം ചോദിച്ചു വരുന്ന പാപികൾക്കു വേണ്ടി സർവശക്തനായ ദൈവത്തോട്
അവൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുരോഹിതൻ്റെയും വക്കീലിൻ്റെയും ഒക്കെ ആവശ്യം ആർക്കും എപ്പോഴും വരാം. കുറ്റാരോപിതനായി എല്ലാവരാലും ഉപേക്ഷിക്കപ്പെടുന്ന സമയത്ത് പ്രത്യേകിച്ചും.